നീതിയുടെ ഈ പ്രതിമാസ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ വിശിഷ്ടാതിഥികൾ, നമ്മളുടെ ഗസ്റ്റ് സ്പീക്കേഴ്സ്, നമ്മളുടെ ശ്രോതാക്കൾ, അതേപോലെ നീതിയുടെ സംഘാടകർ, എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. നേരത്തെ വെങ്കിട്ടരാമൻജി പറഞ്ഞ പോലെ ഇത് 11ാമത്തെ പരിപാടിയാണ്. അടുത്ത മാസം നമ്മൾ ഫോർമലായിട്ട് 1 വർഷം തികയ്ക്കുകയാണ്. അപ്പോൾ തുടക്കം മുതൽ ഈ നീതിയുടെ പ്രവർത്തനങ്ങളുമായി എളിയ തോതിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ഈ പരിപാടിയുടെ ഒരു മോഡറേറ്റർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നത്. അതിന് സംഘാടകരോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. നീതിയുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ആ ജോലിയും കൂടി, അല്ലെങ്കിൽ ആ ഒരു ചുമതല കൂടി എന്നിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ അധ്യക്ഷൻ നീതിയുടെ പ്രസിഡന്റ് ഗോപി സാറ്, ശ്രീ എസ് ഗോപിനാഥ് IPS റിട്ടയർഡ്, അദ്ദേഹമാണ്. അദ്ദേഹം ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതിനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ആ കാരണം കൂടി നമ്മളെല്ലാവരും എന്താ പറയുക, നമുക്ക് സന്തോഷമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു പുതിയ ചുമതല ലഭിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ നടക്കുന്ന 38ാമത് നാഷണൽ ഗെയിംസിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഉറപ്പുവരുത്തുന്ന കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, ഇപ്പോൾ തത്വമയി എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ നമ്മളിവിടെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട് ലൈവായിട്ട്. അദ്ദേഹവും ഈ പരിപാടി കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് നീതിയുടെ പേരിലും നമ്മളുടെ എല്ലാവരുടെയും പേരിലും അഭിനന്ദനം ഒരു ചെറിയ കയ്യടിയോടുകൂടി അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ അപൂർവമാണ്. കാരണം മറ്റൊരു സംഘടനാ സംവിധാനം ഒന്നുമില്ലാത്ത, എന്നാൽ ആശയങ്ങളുടെ കാര്യത്തിൽ ഒരു സമന്വയം ഉള്ള, കുറേ മാനസികമായി അടുപ്പമുള്ള കുറേ ആൾക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇങ്ങനെ നിരവധി സംരംഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതും ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നീതിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുടക്കവും ഇല്ലാതെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നടത്തുന്നത്. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, വളരെ ശാന്തമായി, വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ നമ്മൾക്ക് സ്ഥിരം ശ്രോതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതൊരു പരിപാടിയുടെ വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ ചർച്ചാ വേദികളിൽ ഒരു ബ്രാൻഡായിട്ട് നീതിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ടെഡ് ടോക്ക് പോലെയുള്ള പല വേദികളുണ്ട്. അപ്പോൾ നീതി ഇങ്ങനെ ഒരു പ്രതിമാസ പരിപാടിയിൽ മാത്രം നമ്മളുടെ പ്രവർത്തനം ഒതുക്കി നിർത്താനും ഉദ്ദേശിക്കുന്നില്ല. അടുത്തൊരു തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രഭാഷകരെയൊക്കെ കൊണ്ടുവരണം, ഒരു കോൺക്ലേവ് തന്നെ നടത്തണം. ഇത്തരം ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്, പ്ലാനുണ്ട്. അപ്പോൾ അതിന് എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ ഒപ്പം നിൽക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നെപ്പോലെ വേദിയിൽ വരുന്ന ആൾക്കാരല്ല. വളരെ കൃത്യമായി, വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി, എന്നാൽ പേരും മുഖവും വരരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ചിലരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് നമ്മുടെ വെങ്കിട്ടരാമൻജി ഉണ്ട്, നമ്മുടെ സുരേഷ് ചേട്ടനുണ്ട്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, രഞ്ജിത്ത് കാർത്തികേയൻ, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ഞാൻ 2-3 പേരുടെ പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നീതിക്ക് തിരുവനന്തപുരത്തെ ഒരു ഇൻ്റലക്ച്വൽ സ്പേസിൽ സ്വന്തമായി ഒരു സ്ഥായിയായ സ്ഥാനം ലഭിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളോടൊത്ത് നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ നമ്മളുടെ വിഷയം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡോ ചൈന ഇവോൾവിംഗ് ഡൈനാമിക്സ് ആൻഡ് സ്ട്രാറ്റജിക് ഔട്ട്ലുക്ക് എന്നാണ്. പേര് പോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധം. അതിനകത്ത് യാതൊരു സംശയമില്ല. ചൈനയുടെ കാര്യത്തിൽ ഞാൻ കുറേ കാലം ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ പഠിക്കുന്നത് കൊണ്ട്, അതിനപ്പുറം ചില പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്ന 1-2 കാര്യങ്ങൾ റാൻഡമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ലഭിച്ചിട്ടുള്ള സമയം, അതിനുശേഷം നമ്മൾക്ക് പ്രഭാഷകരിലേക്ക് പോകണം, അവരായിരിക്കും സംസാരിക്കുക. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരത്തിലേക്കും പോകാം. എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഒരുപക്ഷെ രാജീവ് ശ്രീനിവാസൻ ജിക്കും ജോസൂട്ടി സാറിനും ഒക്കെ അതിനോട് വിയോജിപ്പോ ഉണ്ടാകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം യു കനോട്ട് സെലക്ട് യുവർ നെയ്ബർ എന്ന് എപ്പോഴും പറയാറുണ്ട്. നമുക്ക് നമ്മുടെ നെയ്ബറിനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ട്സിനെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ആൻഡ് ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു നോ യുവർ നെയ്ബർ. ആ നെയ്ബറിനെ കൃത്യമായിട്ട് നമ്മൾ അറിയുകയും വേണം. ചൈനയുടെ കാര്യത്തിൽ നമ്മളത് തുടക്കത്തിൽ പരാജയപ്പെട്ടതാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം സ്വതന്ത്രമായ ശേഷം നമുക്ക് പാകിസ്ഥാനുമായി യുദ്ധം ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാനുമായി അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്, ടെററിസം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾക്ക് ലഭിച്ച ഏറ്റവും ആദ്യത്തെ വലിയ ഷോക്ക് അത് ചൈനയിൽ നിന്നായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ എന്തോ ചീനി ഭായി ഭായി ഇല്ലേ, ഏറ്റവും പൊള്ളയായ ഒരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിൻ്റെ കാൽപ്പനികതയിൽ നമ്മളുടെ രാഷ്ട്രശില്പികൾ മുങ്ങിപ്പോയപ്പോൾ യഥാർത്ഥത്തിൽ ചൈന ആ അന്തരീക്ഷം ചൂഷണം ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഒരു 4 വർഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. ഏതാണ്ട് ഒരു വർഷത്തോളം വളരെ ചൈനീസ് ബോർഡറിനോട് ചേർന്ന് ചൈനീസ് ക്യാമ്പിനെയൊക്കെ കാണാവുന്ന തവാങ് ജില്ലയിലെ സുമദ്രോങ്ചു വാലിയിലൊക്കെ ജോലി ചെയ്ത ആളാണ്. അന്ന് അവിടെയുള്ള ഗ്രാമീണരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്ന 62-ലെ യുദ്ധത്തെക്കുറിച്ച് ധാരാളം വായിച്ചിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്, ധാരാളം ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം അത് അനുഭവിച്ചവരുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ വലിയ സങ്കടകരമായ ഒരവസ്ഥയാണ്. അവർക്ക് ഇപ്പോഴും ആ ഗ്രാമീണർ അവിടെയുള്ള അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ ടിബറ്റൻ വംശജരായ ഗ്രാമീണരാണ്. അവർക്കിപ്പോഴും അവർക്ക് ആ സെൻസ് ഓഫ് ബിട്രയൽ അവരുടെ മനസ്സിലുണ്ട്. ചൈനക്കാരൻ തിരമാലകൾ പോലെ മല കടന്ന് ഭാരതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അരുണാചൽ പ്രദേശിലൂടെ ഓടി ആസാമിലെ തേജ്പൂരിലൊക്കെയുള്ള സമതലത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ കൈവിട്ട് നിങ്ങൾ ഓടിപ്പോവുകയാണ് ചെയ്തതെന്ന് നമ്മളോട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങളെ കൈവിട്ടു നിങ്ങൾ, ഞങ്ങളെ മാത്രമല്ല പട്ടാളക്കാരെയും നിങ്ങളുടെ ഭരണകൂടം കൈവിട്ടു. വെറും ക്യാൻവാസ് ഷൂവും 303 റൈഫിളുമായിട്ടാണ് തിരമാലകൾ പോലെ കടന്നു വന്ന ചൈനക്കാരനെ നേരിടാൻ നമ്മുടെ പട്ടാളക്കാരെ നമ്മൾ വിട്ടുകൊടുത്തത്. അതാണ് നമ്മളുടെ ആദ്യത്തെ വലിയ ബിട്രയൽ എന്ന് ഞാൻ കാണുന്നത്. അത് ചൈനയാണ് കാരണം. ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്, വളരെ അൺറിലയബിൾ ആണ്, വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു നെയ്ബറാണ് ചൈന നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ ഇത് വളരെ സങ്കീർണം. അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, അവരെന്താണ് സ്കീം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നോടൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, അവിടെ താമസിച്ചിരുന്ന, വളരെ പ്രായമായി 90-കളുടെ തുടക്കത്തിലാണ് ഈ പറയുന്നത് സംഭാഷണമൊക്കെ, ഈ യുദ്ധം നേരിട്ട് കണ്ട ആളാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ അവരതിനെ യുദ്ധമെന്നല്ല വിളിക്കുന്നത്, ചൈനീസ് ഇൻവേഷൻ എന്നാണ്. അപ്പോൾ ഇവർ കടന്നു വരുന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഈ സുമദ്രോങ്ചു വാലിൻ്റെ മറുവശത്ത് പട്ടാളക്കാരെ, പ്രിസണേഴ്സ് ഓഫ് ആൾക്കാരെ, അതായത് നമ്മളെ യുദ്ധത്തിൽ പിടിക്കുന്ന പട്ടാളക്കാരെ താമസിപ്പിക്കാൻ അവർ വലിയ ടെൻ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അത് 61-ൽ ചെയ്താണ്. ആ 61-ൽ ഇവിടെ ഇൻഡോ ചീനി ഭായി ഭായിയാണ്. ഈ ഭായി ഭായി മുദ്രാവാക്യം വലിയ പൊള്ളയാണ്. നമുക്ക് വേറൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഒരു ഭായി ഭായി. അതവസാനം നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനത്തിലാണ് ചെന്ന് അവസാനിച്ച്. ഞാൻ ആ ഭായി ഭായിയെക്കുറിച്ച് പറയുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാൽപ്പനികതയിൽ മുങ്ങിപ്പോയ ഒരു രാജ്യ നേതൃത്വമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൻ്റെ ഫലം ഇപ്പോഴും, ആ സെൻസ് ഓഫ് ബിട്രയൽ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. കാരണം സമയം വന്നപ്പോൾ ഒരാളും ഇല്ല, ഭരണകൂടമില്ല. എന്തിന്, സമതലത്തിൽ പോലും ഭരണകൂടമില്ല, ആസാമിൽ പോലും ഭരണകൂടമില്ല. ഈ നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം കൂടെ ഞാൻ പറയുകയാണ്. ഞങ്ങളൊക്കെ അവിടെ ആൾക്കാർ, ഈ ഗ്രേസിയേഴ്സ് ഉണ്ട്, ഞാൻ അധികം സമയം എടുക്കില്ല, ഗ്രേസിയേഴ്സ് ഉണ്ട്, ഈ ആട്ടിടയന്മാർ. അപ്പോൾ ഇവർ ചിലപ്പോൾ അതിർത്തി കടന്ന് ഇപ്പുറത്തോട്ട് വരും, നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകും. നമ്മൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ പോകും. കാരണം ഇവരിൽ നിന്ന് എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടുന്ന് ഈ തവാങ്ങിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ബുംല എന്ന് പറഞ്ഞ ബുംല പാസ്, ഇപ്പോൾ ബുംല പാസ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അന്ന് അവിടെ ഒന്നും എത്തി നോക്കാൻ പറ്റില്ല. ഈ ബുംല പാസ് വരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതികഠിനമാണ് ആ യാത്ര. 4-5 മണിക്കൂർ വളരെ ചെറിയൊരു സ്ട്രെച്ചാണ്. ആ സ്ട്രെച്ചിൽ നമ്മൾ അതികഠിനമാണ്. ചിലപ്പോൾ മഞ്ഞുകാലമാണെങ്കിൽ ഈ 1 ടൺ എന്നൊക്കെ പറയുന്ന ഇവരുടെ ലോറിയുണ്ട് പട്ടാളത്തിൻ്റെ, അതിൽ ചങ്ങല കെട്ടിയിട്ടാണ് ടയറിൽ, കാരണം അല്ലെങ്കിൽ സ്ലൈഡാവും. അങ്ങനെ അവിടെ നമ്മൾ മോളിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലല്ലോ, നമുക്ക് റോഡില്ല, സൗകര്യങ്ങൾ മറ്റൊന്നുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന വലിയ വാഹനങ്ങളിൽ ചൈനക്കാർ നല്ല ടാറിട്ട റോഡിൽ വന്ന് ഈ ആൾക്കാരെ മേടിച്ചു. എന്ന് വെച്ചാൽ അതിർത്തിയുടെ തൊട്ടപ്പുറത്ത് അത്രയും വികസനമുണ്ട് അവരുടെ. നമ്മുടെ ഇവിടെ ഒന്നുമില്ല. നമ്മുടെ AK ആൻ്റണി തന്നെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചാണ്, നമ്മുടെ ഒരു വലിയ സ്ട്രാറ്റജിയാണെന്ന് അതിർത്തി വികസിപ്പിക്കാതിരിക്കുക. വലിയ സ്ട്രാറ്റജിയാണ് അത്രേ.
നമ്മുടെ അതിർത്തി നമ്മൾ വികസിപ്പിക്കാതിരിക്കുക. ചൈനക്കാരൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി വെട്ടിയ റോഡാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നത് അങ്ങോട്ട് തിരിച്ചു പോകാൻ, അതിർത്തി വരെ പോകാൻ ഇപ്പോഴും. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ വലിയ മാറ്റമുണ്ട്. അപ്പോൾ ഈ സങ്കീർണത ഇന്ന് മനസ്സിലാക്കുന്ന ഒരു നേതൃത്വമാണ് ഉള്ളതെന്നും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതിപ്പോൾ അജിത് ഡോവൽ എന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയാലും നമ്മളുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ആയാലും ഇവരുടെയൊക്കെ മുകളിൽ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അവരൊക്കെ ചൈനയെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പോളിസിയിൽ കാണുന്നുണ്ട്. വളരെ കൃത്യമാണത്. അവർ ശ്രീ ജയശങ്കറൊക്കെ അദ്ദേഹം ഒരു ചൈനീസ് എക്സ്പേർട്ടാണ്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് അതിനെ കാണുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രതിരോധിക്കാനോ നമ്മളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു തരത്തിൽ നമ്മളെ എതിർക്കാനോ ശ്രമിക്കുകയല്ല, നമ്മളെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എത്ര ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ അപ്രസക്തമാക്കുക, നമ്മളെ ഇല്ലാതാക്കുക, നമ്മളുടെ പ്രസക്തി നമ്മൾ ആഗോളതലത്തിൽ ട്രേഡിലായാലും ആഗോളതലത്തിലുള്ള നമ്മളുടെ പ്രസക്തിയായാലും അതില്ലാതാക്കുക. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റി കൗൺസിലിൽ പോലും നമുക്ക് മെമ്പർഷിപ്പ് കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ തടസ്സം ചൈനയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ചൈന നമുക്കൊരു വലിയ ഭീഷണിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് കോണ്ടെക്സ്റ്റും കൂടി ഒരു പ്രവചന മോഡിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം നമ്മളുടെ നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദത്തെക്കുറിച്ച്, വിഘടനവാദത്തെക്കുറിച്ച്. ഇപ്പോൾ ഏതാണ്ട് അത് കണ്ടെയ്ൻഡ് ആണെന്നാണ് നമ്മളുടെ എല്ലാം വിശ്വാസം. മണിപ്പൂര് കത്തുന്നു, 1.5 വർഷമായിട്ട് മണിപ്പൂര് കത്തുന്നുണ്ട്. അത് മണിപ്പൂരിലെ വെറും വംശീയ കലാപമാണ്, വിഘടനവാദവുമായി അതിന് ബന്ധമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പല ആൾക്കാരും. തെറ്റാണത്. മണിപ്പൂർ യഥാർത്ഥത്തിൽ ഖലിസ്ഥാനും പാകിസ്ഥാൻ തീവ്രവാദം സ്പോൺസർ ചെയ്ത കാശ്മീർ തീവ്രവാദത്തിനും ശേഷം വീണ്ടും വടക്ക് കിഴക്കൻ മേഖലയിൽ വിഘടനവാദം കൊണ്ടുവരാനുള്ള ഒരു ആഗോള പദ്ധതിയുടെ തുടക്കം മാത്രമാണ് നമ്മൾ മണിപ്പൂരിൽ കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് ബേസായിട്ട് ചൈന മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തുടക്കത്തിൽ ചൈനയായിരുന്നു നമ്മളുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബർമയിൽ, ഇന്നത്തെ മയാൻമാറിലും ഒക്കെയുള്ള ഭീകരവാദികൾക്ക് ആയുധങ്ങളും മറ്റും സപ്ലൈ ചെയ്തത് ചൈനയായിരുന്നു. ശരിക്കും RN കൗ എന്ന് പറയുന്ന RNW സ്ഥാപകന് ഒരു ബുക്കുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ബുക്ക്, ദ കൗ ബോയ്സ്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചൈനയിൽ ക്യാമ്പുകൾ നടക്കുകയാണ് മിസോറാമിൽ നിന്നൊക്കെയുള്ള തീവ്രവാദികളെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് ആ ക്യാമ്പുകളിൽ ഒരു ക്യാമ്പ്, ഇത് 60s തുടക്കത്തിലാണ്, ആ ക്യാമ്പുകളിൽ ഒരു ക്യാമ്പ് തീവ്രവാദ പരിശീലനത്തിന് ഒരാഴ്ച ആ ക്യാമ്പ് താമസിച്ചു തുടങ്ങാൻ. എന്താ കാരണമെന്നറിയാമോ? ഈ തീവ്രവാദികളോടൊപ്പം ഭാരതത്തിൽ നിന്ന് പോയ പള്ളിയിലച്ചന്മാരുണ്ട്, അതായത് ബാപ്റ്റിസ്റ്റ് പ്രീസ്റ്റുമാരുണ്ട്. ഇവരുടെ കൂടെ പോവുകയാണ്. അതായത് ബാപ്റ്റിസ്റ്റ് പ്രീസ്റ്റ് ഇന്ത്യക്കാരാണ്. അവർ മിസോറാമിൽ ചെന്ന് ബാപ്റ്റിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ അവർ കൺവേർട്ട് ചെയ്യുന്നു. ഇവരെയും കൊണ്ട് അവരാണ് പോകുന്നത്. ചൈനയിലാണ് തീവ്രവാദ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി. അതായത് ഈ ക്യാമ്പിൽ ഞായറാഴ്ച ബൈബിള് പഠിപ്പിക്കണമെന്ന് അച്ഛന്മാർ ആവശ്യപ്പെട്ടു. അത് പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് ചൈനക്കാർ പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ആ ക്യാമ്പ് ഒരാഴ്ച താമസിച്ചതായിട്ട് റെക്കോർഡുണ്ട്. അവസാനം അച്ഛന്മാർ വിജയിച്ചു, ബൈബിൾ പഠിപ്പിച്ചാൽ മതി, ബൈബിളും തീവ്രവാദവും പഠിപ്പിച്ചാൽ മതി എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ ക്യാമ്പ് തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ, ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. ചൈന ഏതൊക്കെ തരത്തിൽ നമുക്ക് പണി തരാമെന്ന് നോക്കുന്നോ ആ എല്ലാ തരത്തിലും അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആഗോള തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാന സ്റ്റേജായിട്ട് ഇനിയും നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മാറുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു വലിയ ചാലക ശക്തിയായിട്ട് ചൈനയുണ്ടാവും. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് ചൈനയുമായി ഞാൻ വളരെ ഉപരിപ്ലവമായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം ചില കാര്യങ്ങൾ റാൻഡമായിട്ട് പറയാൻ ശ്രമിച്ചതാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള വിശിഷ്ട അതിഥികൾ, നമ്മളുടെ ഗസ്റ്റ് സ്പീക്കേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. അവരിതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, ഇതിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മളുടെ മുമ്പിൽ വെക്കാൻ അവർ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കേഴ്സ് 2 പേരെ ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഫസർ രാജീവ് ശ്രീനിവാസൻ. പ്രൊഫസർ രാജീവ് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ എന്നുള്ള നിലയിൽ ഭാരതത്തിലെ വിവിധ IIMകളിൽ
പഠിപ്പിച്ചിട്ടുള്ള ആളാണ്, ഇപ്പോഴും അധ്യാപകനാണ്. അതിനോടൊപ്പം 30 വർഷം അദ്ദേഹം കോളമിസ്റ്റ് എന്നുള്ള നിലയിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് എഴുതുകയും അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് പ്രൊഫസർ രാജീവ് ശ്രീനിവാസൻ. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഒരു തടസ്സവും പറയാതെ അദ്ദേഹം വന്നത്. അദ്ദേഹം ഇന്ത്യ ഫൗണ്ടേഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അടുത്ത ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ എൻ്റെ സ്വന്തം നിലയിൽ നേതിയുടെ പേരിൽ പ്രൊഫസർ രാജീവ് ശ്രീനിവാസനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ ജോസൂട്ടി സാറിന് പിന്നെ തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെയും ഒക്കെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനെയും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അധ്യാപകനാണ്, കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഭാഗമാണ് അദ്ദേഹം. ഇപ്പോൾ UGC MMTC പ്രോഗ്രാം ഡയറക്ടറാണ്, കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം മികച്ച അധ്യാപകൻ എന്നുള്ള നിലയിൽ അവാർഡുകൾ നേടിയിട്ടുള്ള ആളാണ്. ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹവും കൃത്യമായി പഠിക്കുന്ന ആളാണ്. ഞാനും അദ്ദേഹത്തോടൊപ്പം ദൂരദർശനിലെ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ. അദ്ദേഹത്തിനും ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിവുള്ള ആളാണ് ജോസൂട്ടി സാർ. അദ്ദേഹവും ചൈനയിൽ ഔദ്യോഗികമായി തന്നെ സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. ജോസൂട്ടി സാറിനെയും നേതിയുടെ പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, എൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്, കാലാവസ്ഥ മോശമാണ്, വർക്കിംഗ് ഡേ ആണ്, എന്നാലും ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നേതിയുടെ ഈ ശ്രോതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഫോർമാലിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനിയും നമ്മളുടെ പ്രഭാഷകർക്ക് വേദി വിട്ടുകൊടുക്കുകയാണ്. ആദ്യം പ്രൊഫസർ രാജീവ് ശ്രീനിവാസൻ സംസാരിക്കും, അതിനുശേഷം ജോസൂട്ടി സാറ് സംസാരിക്കും. രണ്ടുപേരും ഒരു 20-25 മിനിറ്റാണ് അവർ സംസാരിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാകും. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.